പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് നാളെ നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ പ്രിവ്യൂ ആണ്. LA നൈറ്റ് വേഴ്സസ് അലിസ്റ്റർ ബ്ലാക്ക് തമ്മിലുള്ള ഒരു 1-on-1 മത്സരം സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ വുമൻസ് ലാഡർ മത്സരത്തിൽ പങ്കെടുക്കുന്ന 6 വുമൻസിനെ 2 ടീമാക്കി തിരിച്ചിട്ടുള്ള ഒരു 6 വുമൺ ടാഗ് ടീം മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. ആ ടീമിൽ സ്റ്റെഫിനി വെക്കേർ, അലക്സിയ ബ്ലിസ്, റിയ റിപ്ലി തുടങ്ങിയവരുടെ ഒരു ടീമും അവരുടെ എതിരാളികളായിട്ട് നയോമി, റോക്സിനി പെരസ്, ജൂലിയ തുടങ്ങിയവരുടെ ഒരു ടീം, അങ്ങനെയുള്ള ഒരു 6 വുമൺ ടാഗ് ടീം മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. ഇതുകൂടാതെ മെൻസ് ലാഡർ മത്സരത്തിൽ പങ്കെടുക്കുന്ന റെസ്ലേഴ്സ് അവരുടെ ഒരു സെഗ്മെൻറ്റ് ഉണ്ടായിരിക്കും. വുമൻസ് ലാഡർ മത്സരത്തിൽ പങ്കെടുക്കുന്ന റെസ്ലേഴ്സിൻ്റെയും സെഗ്മെൻറ്റ് ഉണ്ടായിരിക്കും. കൂടാതെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ ജോൺ സിന, ലോഗൻ പോൾ, ജെ ഊസോ, കോഡി റോഡ്സ് തുടങ്ങിയവർ തമ്മിലുള്ള ആ ഒരു ഫേസ് ടു ഫേസ് സെഗ്മെൻറ്റും സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടക്കുമെന്നുള്ളതും ഔദ്യോഗികമായി കൺഫേം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ്, സൂപ്പർ താരമായ റോമൻ റെയിൻസിനെ WWE പുറത്താക്കാൻ പോകുകയാണോ എന്ന് പറഞ്ഞിട്ടുള്ള ചില വാർത്തകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വാർത്തയുടെ സത്യാവസ്ഥയുണ്ട്. ആ ഒരു വാർത്ത വരാനുള്ള കാരണം എന്ത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അവസാനമായി നോക്കുന്നത്. സൂപ്പർ താരമായ റോമൻ റെയിൻസിൻ്റെ നിലവിലെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് പാർട്ട് ടൈം ഷെഡ്യൂളാണ്. പാർട്ട് ടൈം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കുറച്ച് അപ്പിയറൻസുകൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ആ അപ്പിയറൻസിനേക്കാൾ കുറവ് മത്സരങ്ങൾ മാത്രമേ ഒരു കലണ്ടർ ഇയറിൽ റോമൻ റെയിൻസ് കളിക്കേണ്ടതുള്ളൂ. എന്നാൽ റോമൻ റെയിൻസിന് കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബേസ് സാലറി $5 മില്യൺ ആണ്. അദ്ദേഹത്തിന് ലഭിക്കുന്ന പേപ്പർ വ്യൂ ബോണസ്, ടിക്കറ്റ് സെയിൽസിലെ ഒരു കട്ട്, അതുപോലെ തന്നെ മെർച്ചൻഡൈസിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നുള്ള ഒരു 30%, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി റോമൻ റെയിൻസിന് കിട്ടുന്ന ഒരു മൊത്തം ഒരു സാലറി എന്ന് പറയുന്നത് ബോണസ് എല്ലാം കൂട്ടി നോക്കുമ്പോൾ അത് $15 മില്യൺ അടുത്തേക്ക് വരും. അപ്പോൾ കുറവ് അപ്പിയറൻസ് നടത്തി കുറച്ച് മത്സരങ്ങൾ കളിക്കുന്ന റോമൻ റെയിൻസിന്, വിരലിലെണ്ണാവുന്ന മത്സരങ്ങൾ കളിക്കുന്ന റോമൻ റെയിൻസിന് $15 മില്യൺ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ഒരു തലത്തിൽ ഇപ്പോൾ TKO എന്ന കമ്പനി ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. റോമൻ റെയിൻസിൻ്റെ കോൺട്രാക്റ്റ് ഇനി പുതുക്കാൻ തീരുമാനിച്ചാൽ റോമൻ റെയിൻസിനോട് ഇപ്പോൾ അദ്ദേഹം മേടിക്കുന്ന സാലറി കുറയ്ക്കാൻ ആവശ്യപ്പെട്ടേക്കാൻ TKO ചിലപ്പോൾ നിർബന്ധിതരായേക്കും എന്നുള്ളൊരു അപ്ഡേറ്റാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. റോമൻ റെയിൻസ് എന്തായാലും അദ്ദേഹത്തിൻ്റെ നിലവിലെ ഒരു സ്റ്റാർഡം അനുസരിച്ച് സാലറി കുറയ്ക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. കൂട്ടാനേ അദ്ദേഹം ശ്രമിക്കുകയുള്ളൂ. എന്നാൽ TKO അതിൽ ഉറച്ചു നിന്നാൽ റോമൻ റെയിൻസിനെ റിലീസ് ചെയ്യുന്ന ഒരു വാർത്ത നമുക്ക് കേൾക്കാൻ സാധിച്ചേക്കാം. എന്തായാലും 2-3 വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ച് ഹോളിവുഡിലേക്ക് പോയേക്കും. അതിനു മുൻപ് റോമൻ റെയിൻസിനെ പുറത്താക്കാനുള്ള ഒരു നടപടി ഉണ്ടായേക്കുമോ എന്നുള്ളതാണ് റെസ്ലിംഗ് ലോകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച. കാരണങ്ങൾ ഇപ്പോൾ പങ്കുവച്ചതാണ്. അപ്പോൾ TKO നിലവിൽ വലിയൊരു കടങ്ങളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ കൂടുതൽ സ്റ്റാഫിനെ പുറത്താക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. TKO എന്ന് പറയുന്ന കമ്പനിക്ക് കീഴിലാണ് WWE എന്ന് പറയുന്ന കമ്പനിയുള്ളത്. അവർക്ക് കീഴിൽ തന്നെയാണ് UFC എന്ന് പറയുന്ന കമ്പനിയും ഉള്ളത്. അപ്പോൾ ഈ കമ്പനികളിൽ നിന്നുള്ള റെസ്ലേഴ്സിനെയും സ്റ്റാഫിനെയും ഫൈറ്റേഴ്സിനെയും ഒക്കെ പുറത്താക്കുമ്പോൾ അവർക്ക് ആ ഒരു തുക ലാഭിക്കാൻ സാധിക്കും. അപ്പോൾ റോമൻ റെയിൻസിൻ്റെ കേസ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ റോമൻ റെയിൻസിനെ പുറത്താക്കാനുള്ള ഒരു തീരുമാനം TKO എടുത്തേക്കാം. എന്തായാലും റോമൻ റെയിൻസ് സാലറി കുറച്ചില്ലെങ്കിൽ റോമൻ റെയിൻസിനെതിരെയും നടപടികൾ വന്നേക്കാൻ സാധ്യത ഉണ്ടെന്നുള്ള ഒരു റൂമറാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. നഷ്ടത്തിൽ പോയിക്കൊണ്ടിരുന്ന WWE അല്ലെങ്കിൽ വ്യൂവർഷിപ്പ് കുറഞ്ഞിരുന്ന WWE ഇപ്പോഴത്തെ സ്ഥിതിയിലേക്ക് എത്തിക്കാൻ ഏക കാരണം റോമൻ റെയിൻസിൻ്റെ ട്രൈബൽ ചീഫ് സ്റ്റോറിയും ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഫാക്ഷൻ്റെ സ്റ്റോറിയും മാത്രമായിരുന്നു. ആ ഒരു സ്റ്റോറി ആയിരുന്നു ഇപ്പോൾ ഒരു നട്ടലായിട്ട് WWE ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സ്റ്റോറി. ആ ഒരു സ്റ്റോറി അന്ന് ചെയ്തിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ WWE എന്ന കമ്പനി മോശപ്പെട്ട ഒരു സ്ഥിതിയിലൂടെ മാത്രമേ പോകുകയുണ്ടായിരുന്നുള്ളൂ. TKO പോലും WWE വിൻസ് മിക്മാൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമോ എന്നുള്ളതും ഒരു സംശയമായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ റോമൻ റെയിൻസിന് പോലും ഇത്രയേ വലിയ നിലവിൽ TKOയുടെ ഒഫീഷ്യൽസ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ മറ്റ് റെസ്ലേഴ്സിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ റോമൻ റെയിൻസിൻ്റെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ വാർത്തകൾ അനുസരിച്ച് ഇങ്ങനെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. റോമൻ റെയിൻസിനെയൊക്കെ റിലീസ് ചെയ്യാൻ എടുക്കുന്ന ഒരു തീരുമാനം അത് ആത്മഹത്യാപരമായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.